ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിനാശകരവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇന്ന് കടന്നുപോകുന്നത്. 3 പതിറ്റാണ്ടിലധികം ഇറാന്റെ പരമോന്നത ആത്മീയ രാഷ്ട്രീയ നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ടതോടെ മേഖലയിൽ ഒരു മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കേവലം ഒരു വ്യക്തിയുടെ വധം എന്നതിലുപരി ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ ആക്രമണം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ശനിയാഴ്ച പുലർച്ചെ നടന്ന ഈ ആക്രമണം സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് അറ്റാക്കായി വിശേഷിക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നേരിട്ട് മേൽനോട്ടം വഹിച്ച ഈ ദൗത്യത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ഇന്റലിജൻസ് നിരീക്ഷണം ഉണ്ടായിരുന്നു. ഖമേനി എപ്പോഴൊക്കെ തന്റെ ഓഫീസിൽ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ ഭൂഗർഭ ബങ്കറുകളുടെ ഘടന എങ്ങനെയുള്ളതാണെന്നും ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയും ചാരന്മാരിലൂടെയും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനിലെ 500ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഖമേനിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസും ലക്ഷ്യമാക്കി 30ലധികം ബങ്കർ ബസ്റ്റർ മിസൈലുകൾ തുടർച്ചയായി വർഷിച്ചു. യാതൊരു പഴുതും നൽകാതെ നടത്തിയ ഈ ആക്രമണത്തിൽ ഖമേനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തൽക്ഷണം കൊല്ലപ്പെട്ടു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഇതിന്റെ ചിത്രം നെതന്യാഹു പുറത്തുവിട്ടതോടെയാണ് മരണം ഔദ്യോഗികമായി ലോകമറിഞ്ഞത്.